ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്ന കപ്പയുടെ കൂടെ കൂട്ടാൻ പറ്റിയൊരു മുളക് ചമ്മന്തി. അപ്പോൾ നമ്മളത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി നോക്കിയാലോ. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു. നമുക്ക് അതിലേക്ക് മുളക് ഇട്ടു കൊടുക്കാം. ഇനി ഒന്ന് മൂപ്പിച്ച് നമുക്ക് ആവശ്യമുള്ള മറന്ന് കിട്ടി. എനിക്ക് ഗ്യാസ് ഓഫാക്കി നമുക്കൊന്ന് ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് കൊടുക്കണം. കുറച്ച് ഉള്ളി അങ്ങ് പൊളിച്ചെടുക്കാം. നമുക്ക് ഉള്ളി അങ്ങ് പൊളിച്ചെടുക്കാം. അത് വറുത്ത മുളകുണ്ടോ കണ്ടോ, നല്ല രസമല്ലേ. എൻ്റെ ഇടയിൽ കണ്ടോ, അതെ നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയ സവാള ഉണ്ട്. എൻ്റെ കൈയുടെ ഉണ്ടോ, എൻ്റെ കൈയുടെ ഇത്ര ഉണ്ട് ഈ സവാള. അപ്പോൾ ഇതുപോലെ 2-3 കൂടെ ഉണ്ട്. ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നതാണ്. കണ്ടോ, കാണിക്കാന്നൊക്കെ ഇത് ഞാൻ മാറ്റിച്ചതാണ്. കണ്ടോ, ഇത് എത്ര വീട്ടിലും ഇത്രയും വലിയ സവാള ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. വറുത്തെടുത്ത ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എണ്ണ നമ്മളതിനകത്ത് ഇടല്ലോ. എണ്ണയിലാതെ നമ്മൾ മറ്റേ മുളക് മാത്രമായിട്ടൊന്ന് ഇട്ട് കൊടുക്കണേ. എണ്ണ ഒഴിച്ച് അപ്പം നമ്മൾ മൊത്തത്തോളം ഇട്ടു കേട്ടോ. എണ്ണ എന്നുവെച്ചാൽ അതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് കേട്ടോ. വറുത്തതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മളിതോട്ട് നമുക്കിത് ഉപ്പ് ചമ്മന്തി ശകല എണ്ണ ഒഴിക്കാം. കപ്പയുടെ കൂടെ ഇതാണ് ഗൈസ് ചമ്മന്തി, മുളക് ചമ്മന്തി. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.